ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രകാശമാനമായ അധ്യായമാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അവിടുത്തെ തിരുപ്പിറവിയും ബാല്യകാലവും കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് മാനവരാശിയുടെ വഴികാട്ടിയായ ഒരു മഹാപ്രഭുവിന്റെ ആഗമനത്തിന്റെ തുടക്കമാണ്. മക്കയിലെ മരുഭൂമി അന്ന് അജ്ഞാനത്തിന്റെ ഇരുളിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ലോകം കാത്തിരുന്ന ആ മഹാപ്രകാശം കടന്നുവരാൻ അധികം വൈകിയിരുന്നില്ല. ആനക്കലഹ വർഷത്തിലായിരുന്നു പ്രപഞ്ചനാഥന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് കടന്നുവരുന്നത്. അവിടുത്തെ പിതാവ് അബ്ദുല്ല അവിടുന്ന് ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ പരലോകത്തേക്ക് യാത്രയായിരുന്നു. അതിനാൽ അനാഥനായിട്ടാണ് ഈ ലോകത്തേക്ക് ആ തിരുപ്പിറവി നടന്നത്. ആമിന ബീവിയുടെ മടിത്തട്ടിൽ പിറന്നു വീണ ആ കുഞ്ഞ് വെറും ഒരു കുഞ്ഞായിരുന്നില്ല, ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന്റെ പ്രതീകമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ രാത്രിയിൽ മക്കയിലെമ്പാടും ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെട്ടിരുന്നു. അവിടുത്തെ ജനനത്തോടെ ആമിന ബീവി ഒരു വലിയ പ്രകാശം കണ്ടതായും അത് അറേബ്യൻ നാടുകളെയാകെ പ്രകാശിപ്പിച്ചതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ആ കുഞ്ഞിന്റെ വരവ് മക്കക്കാർക്ക് വലിയ സന്തോഷം നൽകി. മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബ് തന്റെ ചെറുമകന് മുഹമ്മദ് എന്ന് പേര് നൽകി. അന്ന് ആ പേര് അത്ര സുപരിചിതമായിരുന്നില്ല. എന്തുകൊണ്ട് ഈ പേര് എന്ന് ചോദിച്ചപ്പോൾ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും ഇദ്ദേഹത്തെ പുകഴ്ത്തട്ടെ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അറേബ്യൻ ആചാരപ്രകാരം കുഞ്ഞുങ്ങളെ മരുഭൂമിയിലെ ശുദ്ധവായു ശ്വസിപ്പിക്കാനും നല്ല ഭാഷ പഠിക്കാനും വേണ്ടി ഗ്രാമങ്ങളിലേക്ക് അയക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹലീമ ബീവി എന്ന സ്ത്രീയുടെ തണലിലേക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. ഹലീമ ബീവിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് അത് തുടക്കമിട്ടു. വരൾച്ച ബാധിച്ച അവരുടെ കുടുംബത്തിലേക്ക് പ്രവാചകന്റെ വരവോടെ അനുഗ്രഹങ്ങളുടെ പെരുമഴ തന്നെ പെയ്തിറങ്ങി. അവരുടെ മൃഗങ്ങൾ പെറ്റുകിടന്നു. ആഹാരത്തിന് ഒരു കുറവുമില്ലാതെ അവർ അനുഗ്രഹീതരായി. ഹലീമ ബീവിക്ക് മനസ്സിലായി താൻ ഏറ്റെടുത്ത കുഞ്ഞ് സാധാരണക്കാരനല്ല എന്ന്. ആ കാലയളവിൽ അവിടുന്ന് അസാധാരണമായ വളർച്ചയാണ് കാഴ്ചവെച്ചത്. മരുഭൂമിയിലെ ആ ബാല്യം പ്രവാചകന്റെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചു. ഒച്ചയും ബഹളവുമില്ലാത്ത സമാധാനം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ അവിടുന്ന് വളർന്നു. പിന്നീട് തന്റെ മാതാവ് ആമിന ബീവിയുടെ അടുക്കലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിയെത്തി. മകനെ ചേർത്ത് പിടിച്ച സ്നേഹം നൽകിയ ആ മാതൃഹൃദയം അധികകാലം ആ സ്നേഹം ആസ്വദിച്ചില്ല. തങ്ങളുടെ 6-ാം വയസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതാവിനെയും നഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും ഒറ്റപ്പെട്ടു. ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ എന്ന ദാസിയാണ് അവിടുത്തെ സംരക്ഷിച്ചത്. മാതാവിന്റെ വിയോഗത്തിന് ശേഷം മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബായിരുന്നു പ്രവാചകനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചത്. എന്നാൽ ആ സന്തോഷവും കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ. 8-ാം വയസ്സിൽ മുത്തശ്ശനും മരിച്ചതോടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തും അനാഥനായി. തുടർന്ന് പിതൃസഹോദരൻ അബൂ ത്വാലിബിന്റെ സംരക്ഷണയിലാണ് അവിടുന്ന് വളർന്നത്. അബൂ ത്വാലിബ് പ്രവാചകനെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു. തന്റെ കൂടെ എപ്പോഴും കൊണ്ടു നടക്കുകയും പുറം ലോകത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അബൂ ത്വാലിബിന്റെ കൂടെ സിറിയയിലേക്കുള്ള യാത്രയിൽ അവിടുത്തെ ബുദ്ധിയും സത്യസന്ധതയും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമിതമായ പക്വത പ്രകടിപ്പിച്ചിരുന്നു. കള്ളം പറയുകയോ അനാവശ്യമായി സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. അവിടുത്തെ പെരുമാറ്റവും നയവും എല്ലാവരെയും ആകർഷിച്ചു. അബൂ ത്വാലിബ് പ്രവാചകനിൽ വലിയൊരു ഭാവി കാണുകയും ചെയ്തു. ഇങ്ങനെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ബാല്യത്തിലൂടെയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയത്. ഓരോ പടിയും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ആ പ്രവാചകനെ പരുവപ്പെടുത്തുകയായിരുന്നു. പ്രപഞ്ചത്തിന്റെ നാഥൻ തന്റെ പ്രവാചകനെ ലോകത്തെ മുഴുവൻ നയിക്കാൻ പ്രാപ്തനാക്കുന്നതിനായി ജീവിതത്തിന്റെ എല്ലാ കഠിനപാഠങ്ങളും ആ ബാല്യകാലത്തിലൂടെ തന്നെ പഠിപ്പിച്ചു. സ്നേഹവും ത്യാഗവും സഹനവും നിറഞ്ഞ ആ ബാല്യം ലോകത്തിന് മുഴുവൻ മാതൃകയായി ഇന്നും നിലനിൽക്കുന്നു. ഈ കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും അവിടുന്ന് പ്രകടിപ്പിച്ച സ്വഭാവശുദ്ധി ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ടതാണ്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യകാല ജീവിതം.